മാധ്യമ സ്വാതന്ത്ര്യത്തെ കയ്യൂക്കിന്റെ ആൾക്കൂട്ടഹങ്കാരം കൊണ്ട് നേരിടുന്ന ഭീകരമായ കാഴ്ചകൾക്കാണ് മണിക്കൂറുകൾക്ക് മുൻപ് കേരളം സാക്ഷിയായത്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലാണ് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘത്തെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടായത്. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ സംസാരിക്കുന്നതിനിടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഗുണ്ടാസംഘത്തിന്റെ അഴിഞ്ഞാട്ടം. വേദിക്ക് സമീപം തത്സമയം വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന എ.കെ. അഭിലാഷിനെ കയ്യേറ്റം ചെയ്തു. വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നു. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഫോണിൽ ഒരു തരത്തിലും ഒരു വാർത്തയും ടൈപ്പ് ചെയ്തിടാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ എന്താണ് ഫോണിൽ ടൈപ്പ് ചെയ്യുന്നവർ നോക്കുന്നു, ഫോൺ പിടിച്ചു വാങ്ങുന്നു. പിന്നീട് വാർത്ത കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, മോശമായി പെരുമാറുന്നു, മോശമായി സംസാരിക്കുകയും ഇടപെടുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത്തരത്തിൽ സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുകയും എന്റെ ക്യാമറാമാൻ ഷനിൽ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഒരു കൂട്ടം ആളുകൾ തന്നെ എന്റെ പുറത്ത് കൈകൊണ്ട് മടക്കി കുത്തുകയും അതോടൊപ്പം തന്നെ തള്ളി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അതേ സമയത്ത് തന്നെ കുറെ പ്രവർത്തകർ എനിക്ക് വലയം സൃഷ്ടിച്ചുകൊണ്ട് സംരക്ഷണം ഒരുക്കാനുള്ള ശ്രമം കൂടി അവർ നടത്തുന്നുണ്ടായിരുന്നു. ഏതായാലും പുറത്ത് വേദനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ വിഷയമുണ്ട് താനും. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ നേരിനൊപ്പം റിപ്പോർട്ടർ TV ഉറച്ചുനിന്ന ഒരു വാർത്താ പകലിന് ശേഷമാണ് കോൺഗ്രസ് ഗുണ്ടാസംഘത്തിന്റെ അഴിഞ്ഞാട്ടം. ഷാഫിയെ മർദ്ദിച്ചിട്ടില്ലെന്ന റൂറൽ SP KE ബൈജുവിന്റെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV. ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാം മീഡിയയിലാണ് പ്രസന്റല്ലേ, ഒരു വീഡിയോ വിഷ്വൽസ് കാണിക്കുന്നത് ഹത്യ ചെയ്തതായിട്ട്. കോൺഗ്രസ് എന്നും ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായ നടപടിയെ തള്ളിപ്പറഞ്ഞ് പാർട്ടി നേതാക്കളാരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. സംഭവത്തെ അപലപിച്ച് DYFI രംഗത്തെത്തി. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയോ ഉരുക്കുമുഷ്ടി. നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. കോൺഗ്രസിന് നമ്മൾ എന്നും പറയുന്നത് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ഇപ്പൊ ഒരു ഗുണ്ടാസംഘമായിട്ട് കോൺഗ്രസ് മാറുക എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്ന് കോൺഗ്രസിന്റെ ഗതികേട്. കോൺഗ്രസിന്റെ ശത്രു എന്നും കോൺഗ്രസ് തന്നെയാണ് കേട്ടോ, CPM BJP ഒന്നുമല്ല. യുവന്മാർ കാണിക്കുന്ന പൊട്ടത്തരത്തിന് ഒരു വ്യവസ്ഥയില്ല, ഒരു വെള്ളിയാഴ്ചയില്ല. എന്താണ് നടക്കുന്നത്? എന്താ റിപ്പോർട്ടർ TV ചെയ്ത കുറ്റം? ഒരു MLA കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ പെമ്പിള്ളാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി എന്ന് വാർത്ത ബ്രേക്ക് ചെയ്ത പ്രശ്നം. അവരുടെ നിലവിളിയും കരച്ചിലും വാർത്ത അവരെ വോയിസ് റെക്കോർഡും പുറത്തുവിട്ടതാണ് പ്രശ്നം. എന്താ പ്രശ്നം? റിപ്പോർട്ടർ TV ചെയ്ത് NM വിജയൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ മകൻ വിഷം കൊടുത്തു, അദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്ത പ്രശ്നം, അത് വാർത്ത ചെയ്തതാണ് പ്രശ്നം. എന്നിട്ട് ഇതിനൊക്കെ കോൺഗ്രസ് നടപടിയെടുത്തല്ലോ. 1 കോടി കൊണ്ട് കൊടുത്തില്ല NM വിജയന്റെ വീട്ടില്. രാഹുൽ മാങ്കുടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയില്ലേ? പിന്നെ എന്താ ഇപ്പൊ റിപ്പോർട്ടർ TV ചെയ്ത തെറ്റെന്താ? പിന്നെ ഇവർ റിപ്പോർട്ടർ TVനെ കാണുമ്പോഴത്തേക്ക് ഹാലിളകുകയാണ്. എന്താ ഹാലിളകാനുള്ള കാരണം? ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടേ അല്ല. ഇതെന്താണെന്നറിയാം, ഞാൻ പണ്ടേ പറയുന്നത് ഒരു റീൽ പാർട്ടി ഉണ്ട് ഈ കോൺഗ്രസിന്റെ അകത്ത്. ഈ റീൽ പാർട്ടിന്റെ കുറച്ചൊരു ഗുണ്ടാസംഘമുണ്ട്. അത് സൈബർ ഗുണ്ടായിസം നടത്തും, ഫീൽഡിലും ഗുണ്ടായിസം നടത്തും. അത് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കുടത്തിന്റെയും നേതൃത്വത്തിലാണെന്ന് എനിക്കൊരു സംശയമില്ല.